1000-ഓളം വരുന്ന ശത്രുക്കളോട് പോരാടേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ ഇസ്തിഗാസ ചെയ്തു. ആരോട്? ഇത് തസ്തഗീസൂന റബ്ബക്കും അല്ലാഹുമ്മ നസ്റക് അല്ലാഹുമ്മ നസ്റക്, അല്ലാഹുവേ നിന്റെ സഹായം, അല്ലാഹുവേ നിന്റെ സഹായം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. അതാ ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃക. പക്ഷേ ഈ മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ പാട്ടിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുഖ്യ കാരണം അവലംബമായി സ്വീകരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലിനോടാണ് പ്രാർത്ഥിക്കുന്നത്. റസൂല് നമ്മളെ പഠിപ്പിക്കുന്ന മാതൃക അതാണോ? അല്ല. റസൂലും സഹാബത്തിന്റെയും മാതൃക അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുക, സഹായം തേടുക എന്നാണ്. ഖുൽ ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, എനിക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അധീനമാക്കാൻ കഴിവില്ല എനിക്ക് എന്ന് താങ്കൾ പറയണം. ഇതാണ് റസൂലിനോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. നബിയെ പ്രഖ്യാപിക്കണം, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദ. ആരോടും ഞാൻ പങ്കു ചേർക്കുകയില്ല. പ്രാർത്ഥനയിൽ അല്ലാഹുവില്ലാതെ മറ്റൊരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഇതൊക്കെ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ചോദ്യകർത്താവ് സൂചിപ്പിച്ച പോലെ മൗലിദ് പാരായണമല്ലേ എന്നുള്ളതാണ്. ഈ മൗലിദിന്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ തർജുമ വാങ്ങി വായിച്ചു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തതിൽ പറയുന്നു എന്നുള്ളത്. അതിൽ ഇത്തരത്തിലുള്ള കുറെ അടിസ്ഥാനരഹിതമായ കഥകൾ, ദുർബലമായ സ്വീകാര്യമല്ലാത്ത ഹദീസിന്റെ ഭാഗങ്ങൾ, അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിസ്ഥാനരഹിതമായി കൊണ്ടുള്ള പുകഴ്ത്തുകളും ഇകഴ്ത്തലുകളുമാണ്. നമുക്ക് വളരെ കൃത്യമായി തന്നെ ഒരു മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകനെ പ്രശംസിക്കണം, പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റണം, പ്രവാചകന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം. പ്രവാചകന്റെ മഹത്വത്തെ എവിടെയാണോ ഇകഴ്ത്തുന്നത് അതിനെതിരിൽ കവിതയിലൂടെ, രചനകളിലൂടെ, ജീവിതത്തിലൂടെ നമുക്ക് മറുപടി പറയാനും സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശമായി നമുക്ക് ലഭിച്ച ചെറുതും വലുതുമായ സർവ്വകാര്യങ്ങൾ നമ്മൾ പിൻപറ്റണം. പ്രവാചകന്റെ പേരിൽ കഴിയുന്നത്ര സലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ഇതൊന്നും ഒരു പ്രത്യേക ദിനത്തിന് വേണ്ടി മാത്രമുള്ള ഏർപ്പാടല്ല, ഒരു പ്രത്യേക ദിനത്തിലേക്കുള്ളതല്ല. അത് ആഘോഷിച്ചുകൊണ്ട്, ഒരു ദിനത്തെ ആഘോഷിച്ചുകൊണ്ട് ചെയ്യാനുള്ള കർമ്മവുമല്ല. അത്തരത്തിലൊരു ദിനം പ്രത്യേകമായി റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ഒരു ദിനം ഇതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടില്ല. പ്രവാചകന്റെ സഹാബികളും ചെയ്തിട്ടില്ല. മഹാന്മാരായ താബിഈങ്ങൾ ചെയ്തിട്ടില്ല. താബിഈങ്ങൾ ചെയ്തിട്ടില്ല. അയിമ്മത്തുകൾ, മഹാന്മാരായ ഇമാമുകൾ ചെയ്തിട്ടില്ല. വളരെ കാലങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ച ചില മുസ്ലിങ്ങൾ ചില പ്രദേശത്ത് ചെയ്തു. ഷിയാക്കളാണ് അത് ആദ്യമായി മുസ്ലിം ലോകത്ത് ആരംഭിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് ഇങ്ങനെ മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രചരിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇതിന്റെ ചരിത്ര വസ്തുതയുള്ളത്. പിന്നെ സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് അംഗീകരിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഒന്നുള്ളത്. ഒരു പണ്ഡിതനോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ചു എന്നാണ് ചോദ്യകർത്താവ് നൽകിയിട്ടുള്ളത്. സുയൂത്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വസ്തുതയുണ്ട്. രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിശദീകരിക്കുകയില്ല. അദ്ദേഹം ജീവിക്കുന്നത് ഹിജറ 913 അദ്ദേഹം മരിക്കുന്നത്. ഹിജറ വർഷം 913 സുയൂത്തി മരിക്കുന്നത്. അപ്പൊ സമീപകാലത്ത് ജീവിച്ചിട്ടുള്ള, അടുത്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അല്ലാതെ സഹാബിയോ താബിയോ താബീങ്ങളോ ഷാഫി ഇമാമിന്റെയോ ഇമാം ബുഖാരിയുടെയോ മുസ്ലിമിന്റെയോ ഒന്നും കാലത്ത് ജീവിച്ച ആളല്ല. ഈ അടുത്ത കാലത്ത് ജീവിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് സുയൂത്തി എന്ന് പറയുമ്പോൾ. ഇമാം മഹല്ലി എന്ന് പറയുന്ന അദ്ദേഹം ഹിജറ 864 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് ജീവിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഇവരൊക്കെ അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് തഫ്സീർ ജലാലൈനി എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ എന്തുണ്ട് എന്ന് ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതിൽ മുസ്ലിം സമുദായത്തിന് തന്നെ ക്ഷീണമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ജലാലൈനി എന്ന പേരിൽ ജലാലുദ്ദീൻ സുയൂത്തിയും ജലാലുദ്ദീനിൽ മഹല്ലി, ഈ രണ്ട് പണ്ഡിതന്മാർ കൂടി ഖുർആനിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാന ഗ്രന്ഥം മലയാളത്തിലേക്ക് പലരും തർജുമയും ചെയ്തിട്ടുണ്ട്. തർജുമ ചെയ്ത ആളുകൾ
അതിലെ പല ഭാഗങ്ങളും വിട്ടുകളഞ്ഞെങ്കിലും വിട്ടുകളയാതെ ചിലത് അവശേഷിപ്പിച്ചിട്ടുണ്ട്. മൂലഗ്രന്ഥത്തിലുള്ള പലതും വിട്ടുകളഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വിട്ടുകളഞ്ഞ ചിലതൊക്കെ ഖൈറാണ്. പക്ഷെ വിട്ടുകളയാതെ അവശേഷിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങ് വിശദീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള ധാരാളം അതിൻ്റെ പരിഭാഷ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊരു പണ്ഡിതനെയും ആത്യന്തികമായി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. പണ്ഡിതാഭിപ്രായങ്ങളുടെ ശരിയും തെറ്റുമുണ്ടാകും. ആ ശരിയും തെറ്റും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് വന്ന ഏതൊരു പണ്ഡിതന്റെയും അഭിപ്രായത്തിൽ അബദ്ധം വരാം, തെറ്റും ശരിയും ഉണ്ടാകാം. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളല്ലാതെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അബദ്ധമില്ല, തെറ്റുകളില്ല, തിരുത്തപ്പെടേണ്ടതില്ല. അവിടുത്തെ ജീവിതം മുഴുവനും നമുക്കുള്ള മാതൃകയാണ്. ആ ജീവിതം മുഴുവനും നമ്മൾ മാതൃകയാക്കുന്നുവോ തീർച്ചയായും പ്രവാചകന്റെ സുന്നത്ത് ഇഷ്ടപ്പെടുന്നവൻ പ്രവാചകനെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെടുന്നുവോ എങ്കിൽ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി എന്താ? പ്രവാചകന്റെ മാതൃക സ്വീകരിക്കുക, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ പകർത്തുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നബിദിന പരിപാടിയൊക്കെ നടക്കുമ്പോൾ അന്നും നിസ്കരിക്കാത്ത ആളുകൾ കുറെ നബിദിനത്തിന് സജീവമായിട്ടുണ്ടാവും. ആശ്ചര്യം തോന്നാറുള്ളത്. പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വന്ന ആളുകളാണ് അന്നും താരിഖു സലാത്തായിട്ട് നരകത്തുകളുടെ ടിക്കറ്റ് വാങ്ങാനാ വന്നത്. അത്തരം ആളുകൾ. അങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഇവർക്ക് യഥാർത്ഥ സ്നേഹമാണോ ഇതിന്റെ പിന്നിലുള്ളത്? യഥാർത്ഥ സ്നേഹമാണ് പ്രവാചകനോടുള്ളതെങ്കിൽ ഒരു നേരത്തെ നിസ്കാരം ഒഴിവാക്കുവോ? പ്രവാചകന്റെ സുന്നത്തുകൾ അനുഷ്ഠിക്കില്ലേ? ജീവിതത്തിൽ പ്രവാചകന്റെ ചര്യയോട് താല്പര്യമുണ്ടാവില്ലേ? ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്ത് സ്വാധീനമാണ് ഈ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്? നമ്മൾ അന്വേഷിച്ചു നോക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതിന് മാതൃകയില്ല. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഉത്തമ നൂറ്റാണ്ട് കാലത്ത് ജീവിച്ച സഹാബികളുടെയും താബീങ്ങളുടെയും താബീങ്ങളുടെയും ജീവിതത്തിൽ ഇതിന് മാതൃകയില്ല. മാതൃകയില്ലാത്ത ഒരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവാദമില്ല. അത് അങ്ങേയറ്റം അല്ലാഹു റസൂൽ ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. ആ ബിദ്അത്ത് ആയതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കാതിരിക്കുന്നത്. അത് ആഘോഷിക്കുന്നതിനെതിരിൽ ഈ പണ്ഡിതന്മാർ ശക്തമായി ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തെല്ലാം ഗുണങ്ങൾ അതിൻ്റെ ഫലമായി ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, അതിന് മതത്തിൽ അടിസ്ഥാനമില്ല. മതപരമായി അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തുകൂടൂ. അതാണ് ഈ വിഷയത്തിലുള്ള വ്യക്തമായ തീരുമാനം. അതുകൊണ്ട് തന്നെ ശരിയും തെറ്റും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അന്വേഷിക്കണം, അറിയണം. കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വഹാബി നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയതിൻ്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അതോടൊപ്പം തന്നെ വേറെ സൂറത്തുകളും ഓതും. അപ്പോൾ അദ്ദേഹത്തെ തുടർന്ന് നമസ്കരിക്കുന്ന ആളുകൾ പറഞ്ഞു, താങ്കൾ ഒരു പക്ഷേ ഒരു സൂറത്ത് ഓതുക. ഇത് ഒരു സൂറത്ത് ഓതും, പിന്നെ മറ്റൊന്ന് ഓതും, എല്ലാ റക്അത്തിലും ഇത് ഓതുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് ചെയ്യുന്നു ചോദ്യം വന്നു. അതാണ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, ഇതിനിഷ്ടമുണ്ടെങ്കിൽ എന്നെ ഇമാമാക്കിയാൽ മതിയെന്ന്. ആളുകൾ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഗതി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു, അല്ലാഹുവിന്റെ റസൂലേ, ഈ സൂറത്തിനോട് എനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ സൂറത്ത് എല്ലാ റക്അത്തിലും ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. ഇത് നബിദിനാഘോഷത്തിന്റെ തെളിവാണ് എന്നാണ്. ഇതും നബിദിനാഘോഷം തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇത് ബന്ധിപ്പിച്ച രൂപം ആശ്ചര്യമുള്ള രൂപമാണ്. ഈ സൂറത്ത് ഓതുന്നത് അള്ളാഹുവിന്റെ റസൂല് അനുവദിച്ചു കൊടുത്തല്ലോ. റസൂല് പഠിപ്പിക്കാത്ത ഒരു രീതിയാണ് ഈ സ്വഹാബി ചെയ്തത്. അതുപോലെ റസൂല് പഠിപ്പിക്കാത്ത ഒന്നാണ് നബിദിനാഘോഷം.
നമുക്കത് ചെയ്യാം. ഇതാണ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. ഇതിൻ്റെ പൊള്ളത്തരം ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതണം എന്നതാണ് ഇസ്ലാമിലെ നിയമം. അത് ഒരു റക്അത്തിൽ തന്നെ 2, 3, 4 സൂറത്ത് ഓതാം. നമ്മൾ തറാവിയ നിസ്കാരത്തിൽ എത്ര സൂറത്ത് ഓതും? ഒരേ സൂറത്ത് തന്നെ എല്ലാ റക്അത്തിലും ഓതാം. ഒരു സൂറത്തിന്റെ പകുതിയോ കുറച്ചോ ഒരു റക്അത്തിലും അടുത്ത ഭാഗം അടുത്ത റക്അത്തിലും ഓതാം. ഒരു റക്അത്തിൽ ഖുൽ റബ്ബിന്നാസ് ഓതിയിട്ട് അടുത്ത റക്അത്തിൽ അതിന്റെ മേലെ സൂറത്ത് ഓതാം. ഇതെല്ലാം അനുവദിച്ചതാണ്. അടിസ്ഥാനപരമായിട്ടുള്ളത് ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഖുർആനിലെ ഏതെങ്കിലും ഭാഗം ഓതണം എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശമുള്ളത്. അദ്ദേഹം 2 സൂറത്ത് തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയല്ല ജന്മദിനാഘോഷം. ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതിന്റെ അടിസ്ഥാനം തന്നെ ഇസ്ലാമിലില്ല. നിങ്ങൾ ജന്മദിനം ആഘോഷിച്ചുകൊള്ളൂ എന്ന് അള്ളാഹുവിൻ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 സൂറത്തോ 2 സൂറത്തോ 3 സൂറത്തോ ഓതുന്ന പോലെ നമുക്ക് 2 പരിപാടി വെച്ചോ 3 പരിപാടി വെച്ചോ 4 പരിപാടി വെച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജന്മദിനം ആഘോഷിക്കാം. പക്ഷെ ജന്മദിനം ആഘോഷിക്കുക എന്നതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശമുള്ളത്, വിശുദ്ധ ഖുർആൻ മഹാന്മാരായ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബിമാരെയും അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ 2 തരത്തിലാണ് ഇത് നിർവഹിക്കുന്നത്. ഒന്ന്, മഹാന്മാരായ ആളുകളുടെ ഫോട്ടോ, പ്രതിമ ഇതുപോലെയുള്ള ഉണ്ടാക്കുക, അവരുടെ ജനനദിനം മരണദിനം ഇതൊക്കെ ആചരിക്കുക. ഇതാണ് മഹാന്മാരെ ബഹുമാനിക്കുന്നതിന്റെ ഒരു രീതി. മറ്റൊന്ന്, ആ മഹാന്മാര് പഠിപ്പിച്ച ജീവിത സന്ദേശങ്ങൾ പകർത്തിക്കൊണ്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഇതാണ് 2 രീതിയുള്ളത്. ഇതിൽ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രവാചകന്റെയും ഒരു മഹാന്റെയും ജനന തീയതി ഖുർആനിലില്ല. അയാൾ മരിച്ച